കണ്ടകശനി കൊണ്ടേ പോകുന്നത്. രണ്ടാം വരവിൽ അതൊരു ഒന്നൊന്നര വരവായി. ഇന്ത്യ ഉൾപ്പെടെ ട്രംപ് വരും, എല്ലാം ശരിയാകും. ഭീകരരെ സഹായിച്ച പാരമ്പര്യമുള്ള പാകിസ്ഥാന്റെ കയ്യിൽ ആണവായുധങ്ങൾ സേഫ് ആണെങ്കിൽ എന്തുകൊണ്ട് ഇറാന്റെ കയ്യിൽ സേഫ് ആവില്ല എന്നൊരു ന്യായമായ ചോദ്യമുണ്ട്. ഹിഷം ഐലൻഡ് അല്ലെങ്കിൽ ഖാർഗ് ഐലൻഡ്, എണ്ണയുടെ 90% കടന്നു പോകേണ്ട ഖാർഗ് ഐലൻഡ് മുതലായ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് വേണമെങ്കിൽ ഇറാന്റെ ദക്ഷിണ ഭാഗത്ത് പിടിമുറുകാൻ അമേരിക്കയ്ക്ക് ഇപ്പോഴും സൈനികമായി കഴിയും. കൺസിസ്റ്റൻസിയല്ലേ വേണ്ടത്? ഒരു കൺസിസ്റ്റൻസിയും ഇല്ലാതെ പറയുന്ന വാക്കിനുറപ്പില്ല. ഇറാനുമായി ചർച്ച നടത്തി വിജയിക്കാത്തത് എന്തുകൊണ്ട്? ഇറാൻ കുടിച്ച വെള്ളത്തിൽ അമേരിക്ക വിശ്വസിക്കില്ല. ട്രംപിന്റെ വാക്ക് കുറുപ്പിന്റെ ഉറപ്പ് പോലെയുള്ളൂ, അല്ലെങ്കിൽ പഴയ ചാക്ക് പോലെയുള്ളൂ. വിശ്വാസ്യത നഷ്ടപ്പെട്ടു. അതുകൊണ്ട് എന്താണ് അമേരിക്ക ചെയ്യുന്നത് എന്ന് വിചാരിച്ചിട്ടല്ല കാര്യങ്ങൾ. അത് നേരത്തെ മനസ്സിലാക്കിയത് യൂറോപ്പാണ്. മുൻപ് തന്നെ ഇറാൻ പറഞ്ഞിരുന്നു, അങ്ങനെ എന്തെങ്കിലും സാഹസം നിങ്ങൾ കാട്ടിയാൽ ഈ സമയത്ത് പോലും ഞങ്ങൾ ആക്രമിക്കാൻ മടിക്കില്ല. ഇത് മുൻകൂട്ടി വാൺ ചെയ്തിരുന്നതാണ്. നമസ്കാരം, മംഗളം ടി വിയിലേക്ക് സ്വാഗതം. എനിക്കൊപ്പമുള്ളത് വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസാണ്. സാർ സ്വാഗതം. നമുക്കറിയാം, ഇറാൻ അമേരിക്ക യുദ്ധം വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. ലോകത്തെ വലിയ സംഭ്രമ ഭീതിയിലാഴ്ത്തിയിരിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളെ പ്രത്യേകിച്ചും നരകതുല്യമായ ജീവിതമാണ് അവർക്ക് സമ്മാനിക്കുന്നത്. ലോകം മുഴുവൻ, നമ്മളുൾപ്പെടെ അതിൻ്റെ പ്രതിസന്ധികൾ ഇങ്ങനെ നേരിടുകയാണ്. ഇത് പരിഹരിച്ചു എന്ന് തോന്നും. ട്രംപിന് വീണ്ടും എന്തെങ്കിലും തോന്നും, വീണ്ടും കൊണ്ട് ബോംബിടും, പ്രശ്നങ്ങളുണ്ടാക്കും. ഇറാനാണെങ്കിൽ ഹോർമൂസിലടിക്കും. നിരവധി പ്രശ്നങ്ങളാണ്. ശരിക്കും ഈ രണ്ടാമത് വീണ്ടും അമേരിക്ക സീസ് ഫയർ വേണ്ടാന്ന് വെച്ച് പോയി വീണ്ടും തല വെച്ച് കൊടുത്തതാണോ, അബദ്ധം പറ്റിയതാണോ, അതോ അമേരിക്കയുടെ ആ നയം, രണ്ടാമത്തെ ആക്രമണം ശരിയായിരുന്നു? സാറിൻ്റെ നിഗമനം എന്താണ്? ആദ്യത്തെ ആക്രമണം തന്നെ തെറ്റായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആദ്യ ആക്രമണം ഫെബ്രുവരി 28, 2026 ഇറാൻ്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖൊമേനിയെ ഉൾപ്പെടെ 48 പേരെ ഒറ്റയടിക്ക് വധിക്കാൻ കഴിഞ്ഞത് ഒരു വലിയ നേട്ടമായി അമേരിക്ക കണ്ടെടുത്ത് നിന്നുകൊണ്ടാണ് ആ തിരിച്ചടി തുടങ്ങുന്നത്. കാരണം ഇതിന് ഇറാൻ തയ്യാറായിരുന്നു. റെജീം ചേഞ്ച് പ്രതീക്ഷിച്ചു. സ്വാഭാവികമായി ജൈവികമായി ഇറാൻ ജനത ഇറാൻ ഗവൺമെന്റിനെതിരെ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചു. ഇതൊന്നും ഉണ്ടായില്ല. അപ്പോൾ യുദ്ധലക്ഷ്യങ്ങൾ, ഇറാന് യുദ്ധലക്ഷ്യങ്ങളില്ലായിരുന്നു, അവർ ഡിഫെൻസീവിലായിരുന്നു. അമേരിക്കയ്ക്ക് യുദ്ധലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് ഇറാന് അമേരിക്കയും ഇസ്രായേലിനെയും പേടിയായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ ഇറാനും ഇസ്രായേലും തമ്മിൽ പോരാട്ടമുണ്ടാകും, തങ്ങൾ എങ്ങനെയാണ് അതിനെ ഒന്ന് സമന്വയിപ്പിച്ചെടുക്കുക എന്ന ഒരു ചിന്തയിൽ നിൽക്കുമ്പോഴാണ് അമേരിക്ക നേരിട്ട് വന്നത്. അപ്പോൾ അമേരിക്ക പറഞ്ഞ ഒരു കാര്യത്തിൽ ലേശം യുക്തിയുണ്ട്. കാരണം ഇറാൻ ഒരു ആണവശക്തിയായി വളർന്നു വന്നാൽ റെസ്പോൺസിബിൾ കരങ്ങളിലാണോ ആണവായുധങ്ങൾ? അപ്പോൾ ഇതിന് മറുപക്ഷവും അതുപോലെ ശക്തമാണ്. മറുവാദഗതി, ഇസ്രായേലിൻ്റെ കയ്യിൽ ആണവായുധങ്ങൾ ഉണ്ട്, അത് സുരക്ഷിതമായിരിക്കും. അമേരിക്കയ്ക്കുണ്ട്, സുരക്ഷിതമായിരിക്കും. ഈവൻ നോർത്ത് കൊറിയയുടെ കയ്യിൽ, കിം ജോങ് ഉന്നിൻ്റെ കയ്യിലും ഉണ്ട്, അതും സുരക്ഷിതമായിരിക്കും. ഇറാന്റെ കയ്യിൽ മാത്രം സുരക്ഷിതമായിരിക്കില്ല എന്ന ഒരു ചിന്ത എവിടെ നിന്ന് വന്നു? ഇതാണ് ഒരു ചോദ്യം. അല്ല, ഈ പറയുന്ന അൺട്രസ്റ്റ് ഉള്ള പാകിസ്ഥാനിലുണ്ട്. അൺട്രസ്റ്റ് പാകിസ്ഥാനിൽ സൈന്യമാണോ? ഒരു പിടിയുമില്ല പലപ്പോഴും അവിടുത്തെ കാര്യം. തീവ്രവാദികളെ, ഭീകരരെ സഹായിച്ച പാരമ്പര്യമുള്ള പാകിസ്ഥാന്റെ കയ്യിൽ ആണവായുധങ്ങൾ സേഫ് ആണെങ്കിൽ എന്തുകൊണ്ട് ഇറാന്റെ കയ്യിൽ സേഫ് ആവില്ല എന്നൊരു ന്യായമായ ചോദ്യമുണ്ട്. പക്ഷേ ഒരു വാദത്തിന് വേണ്ടി വേണമെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടെ സുഹൃത്തുക്കളുടെ ആശങ്കയായി വേണമെങ്കിൽ ഇസ്രായേലിനും പറയാം, ഇസ്രായേലിന്റെ നിലനിൽപ്പ് കുറിച്ചു വെച്ചിട്ടുള്ളതാണ് ഇറാൻ. ഒരു ക്ലോക്ക് തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. അത് പിന്നോട്ട് ആ ക്ലോക്ക് ടിക്ക് ചെയ്യുകയാണ്. ഇറാന്റെ സർവനാശം, ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ എന്നത് ഇറാന്റെ മുദ്രാവാക്യമായി വന്നപ്പോൾ അതിനെ ചെറുക്കേണ്ടതുണ്ട് എന്ന അമേരിക്കയുടെ ലോജിക്, അതിൽ തെറ്റു പറയാനാവില്ല. ബലപ്രയോഗം പരിമിതമായ രീതിയിൽ പരിമിതമായ സമയ ഫ്രെയിമിൽ ചെയ്യുന്നതിലും തെറ്റു പറയാനാവില്ല. അതൊരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ നദാൻസിലും ഫർദോയിലും ഇസ്ഫഹാനിലും ഒക്കെ ആണവ നിലയങ്ങൾ ആക്രമിച്ചു 2025 ജൂൺ മാസം. പക്ഷെ അവിടെ കംപ്ലീറ്റ്ലി ഒബ്ലിറ്ററേറ്റഡ് ആയി എന്നാണ് ഡൊണാൾഡ് ട്രംപ് ക്ലെയിം ചെയ്തത്. അവിടെയാണ് വിടുവ എന്ന് പറയുന്നത്. അതൊന്നും സംഭവിച്ചില്ല. അല്ല, ശരിക്കും പറഞ്ഞാൽ അന്ന് അടിച്ചു. ഈ ഇറാൻ്റെ തലപ്പത്തുള്ള എല്ലാവരെയും, ഖമനേയി ഉൾപ്പെടെയുള്ളവരെ നാമാവശേഷരാക്കി. ഈ ആണവ നിലയങ്ങളെല്ലാം ആക്രമിച്ചു. B-2 ബമ്പർ ബസ്റ്ററൊക്കെ ഇറക്കി വലിയ പ്രചാരങ്ങളൊക്കെ നടത്തി. ഇതൊക്കെ ചെയ്തു. അന്ന് നൈസായിട്ട് അങ്ങ് തല ഊരാമായിരുന്നു. ഇതിന് യുദ്ധം തുടങ്ങി വെക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. മുയലുകളെക്കുറിച്ചൊരു സേയിങ് ഉണ്ട്. എ വൈസ് റാബിറ്റ് ഫൈൻഡ്സ് എൻ എക്സിറ്റ് റൂട്ട് ബിഫോർ ഇറ്റ് എൻറ്റേഴ്സ് ഇൻ ടു എ ബറോ.
ഒരു മുയൽ ഒരു മാളത്തിൽ കയറുന്നതിന് മുമ്പേ ബുദ്ധിമാനാണെങ്കിൽ പുറത്തെങ്ങനെ ഇറങ്ങാമെന്ന് ആലോചിച്ചതിന് ശേഷം മാത്രമേ കയറൂ. അമേരിക്കയ്ക്ക് ആ ഒരു ബുദ്ധി വൈഭവം എങ്ങനെയോ ശോഷണം നിന്നു. അത് അമേരിക്കയ്ക്ക് ഉപദേശങ്ങൾ കൊടുത്തത് ആരാണ്? മാഗ ക്യാമ്പിൽ നിന്ന് കിട്ടിയ ഉപദേശം. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. എങ്ങനെയാണ് ഗ്രേറ്റ് ആക്കേണ്ടത്? സ്വന്തം കാര്യം മാത്രം നോക്കി ഗ്രേറ്റ് ആക്കുക. അതാണ് ഒറിജിനൽ. ലോക കാര്യങ്ങൾ നോക്കണ്ട എന്നാണ്. യൂറോപ്പിന് എന്തെങ്കിലും സംഭവിച്ചോട്ടെ, മധ്യപൗരസ്ത്യ പ്രദേശത്തെ രാഷ്ട്രീയം എന്തു തന്നെയാണെങ്കിലും അമേരിക്ക മുൻപുണ്ടായിരുന്ന ഒരു മൺട്രോ ഡോക്ടറിൻ്റെ കാലത്തേതുപോലെ ഇൻവേർഡ് ലുക്കിംഗ് ആയി വന്നെങ്കിൽ മതി. ഇപ്പോൾ ചൈന ചെയ്യുന്നത് പോലെ. ചൈന മറ്റ് സാഹസത്തൊന്നും മുതിരുന്നില്ല. ഇറാൻ യുദ്ധത്തിൽ നേരിട്ട് ഇടപെടുന്നില്ല. ഇറാന്റെ കാര്യത്തിൽ വേണമെങ്കിൽ ഇടപെടാമല്ലോ എന്ന് ചിന്തിക്കുമ്പോഴും സ്വന്തം പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യാൻ സൈലന്റായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വേണ്ടാത്ത യുദ്ധങ്ങളിലൊന്നും ഇടപെടുന്നില്ല. ശരിക്കും ഈ ചൈനയെ സംബന്ധിച്ച് നമ്മളങ്ങനെ ചിന്തിക്കുമ്പോൾ അമേരിക്ക അവിടെ കൊണ്ട് പൊട്ടിക്കുന്ന മുഴുവൻ ആയുധങ്ങളും സ്റ്റോക്കുകളും സംഭവങ്ങളും അതിൻ്റെ ടെസ്റ്റും സാമ്പിളും ഒക്കെ ഇവരെടുത്തുകൊണ്ട് പോകും. എല്ലാം എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അമേരിക്ക $37.5 ബില്യൺ ഇതുവരെ പൊട്ടിച്ചു തീർത്തത്. അതിൻ്റെ ടെക്നോളജി ഉൾപ്പെടെ ചൈന കൊണ്ടുപോകുന്നു. $1.5 ട്രില്യൺ ധനാഭ്യർത്ഥനയാണ് അമേരിക്കൻ പ്രസിഡന്റ് വെച്ചിരിക്കുന്നത്. അതിൽ $70 ബില്യൺ ഗൾഫിലെ യുദ്ധം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ്. അത്രയധികം ഭീതിതമായ ഒരു തുകത്തോളം അവസ്ഥയാണ് സാറേ. ഗൾഫ് കൺട്രീസിന് മുഴുവൻ അമേരിക്കയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. ബേസുകൾ പോയി, സൈനികർ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ ദിവസം ജോർദാനിൽ സൈനികർ കൊല്ലപ്പെട്ടു. എന്താവശ്യത്തിന്? ആരെ തോപ്പിക്കാൻ? എന്ത് നേട്ടത്തിന്? ഇത് ഈ പറയുന്ന യുദ്ധവും എവിടെയെങ്കിലും കൊണ്ട് എത്തിക്കാൻ പറ്റുമെന്ന് സാറ് തോന്നുന്നുണ്ട്? കുറേ സാധനങ്ങൾ കൂടി പൊട്ടിച്ച് അമേരിക്കക്കാരുടെ തോളിലേക്ക് കുറേ കൂടി ടാക്സ് അടിച്ച് കയറ്റാമെന്നല്ലാതെ സാർ എന്തെങ്കിലും ഒരു പോസിറ്റീവ് റിസൾട്ട് സാർ ഇതിനകത്ത് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇതിൽ ഒരു എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് ഇല്ലാത്ത ഒരു പ്രൊട്രാക്റ്റഡ് കോൺഫ്ലിക്റ്റിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാട്ടുന്നു. വേണമെങ്കിൽ നിരന്തരമായി യുദ്ധസജ്ജമായി നിൽക്കാം. ഒരുപക്ഷെ വടക്കൻ കൊറിയയും തെക്കൻ കൊറിയയും ഇപ്പോഴും യുദ്ധസജ്ജരായി നിൽക്കുന്നു. ഒരു 70 വർഷമായിട്ട് അങ്ങനെ തന്നെയാണ്. ഏതാണ്ട് അതുപോലെ തന്നെ പെർമനൻ്റ്ലി പെറിനിയൽ പ്രോബ്ലമായി അത് വേണമെങ്കിൽ നിൽക്കാം. പക്ഷേ ഇത് ആഗ്രഹിക്കുന്നില്ല ഗൾഫ് രാജ്യങ്ങൾ. തങ്ങൾ അമേരിക്കയ്ക്ക് താവളങ്ങൾ നൽകിയത് 6 GCC രാജ്യങ്ങൾ. അത് UAE, സൗദി അറേബ്യ, ഒമാൻ, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്. ഈ 6 രാജ്യങ്ങളിൽ 19 താവളങ്ങളാണ് അമേരിക്കയ്ക്കുള്ളത്. ഈ 19 താവളങ്ങളിലേക്കും ഇറാൻ ആക്രമണം നടത്തി. അപ്പോൾ ഗൾഫ് രാജ്യങ്ങൾക്ക് ഉണ്ടായിരുന്ന സുരക്ഷാ ബോധം എവിടെ? അമേരിക്കൻ താവളങ്ങൾ എന്തിനാണ്? അവർക്ക് സുരക്ഷ നൽകാനാണ്. പക്ഷെ സുരക്ഷ നൽകാനായില്ല എന്നത് മാത്രമല്ല, ഈ താവളങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇറാന്റെ ആക്രമണം ഉണ്ടായത് എന്നതുകൂടി മനസ്സിലാക്കുമ്പോൾ അവിടെയും ഈ സാറ് പറഞ്ഞ രീതിയിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് മാത്രമല്ല അമേരിക്കക്കാർക്ക് യുദ്ധം ആവശ്യമുണ്ടോ? അമേരിക്കക്കാർ ആർക്കും വേണ്ട, അവർക്കും വേണ്ട. ഇപ്പൊ അതുകൊണ്ടാണ് സെനറ്റിലും ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവിലും പ്രമേയം വന്നത്. ഇസ്രായേലിന് മാത്രം സന്തോഷം. വാർ പവേഴ്സ് ആക്ട്, അതേക്കുറിച്ച് ചർച്ചകൾ വന്നപ്പോൾ സെനറ്റും ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സും തള്ളിക്കളഞ്ഞല്ലോ. അമേരിക്കൻ പ്രസിഡന്റിന് കൈയയച്ച് അധികാരങ്ങൾ കൊടുക്കുന്ന ആ ഒരു ആക്ട് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നാണ് അമേരിക്കയുടെ പാർലമെന്റ് പറയുന്നത്. ശരിക്കും ഈ യുദ്ധം ട്രംപിനെയും അങ്ങ് വരിഞ്ഞു മുറുക്കി ഉള്ള ജനപ്രീതിയും പോയി ലോകത്തിന് മുമ്പുള്ള ഒരു കോമാളിയാക്കി മാറ്റി. അതിൽ അങ്ങനെ ഒരു അഭിപ്രായം സാറിനുണ്ടോ? വിടുവ ട്രംപ് ഇവിടെ കൈവച്ചാലും, അതായത് എനിക്ക് തോന്നുന്നത് കണ്ടകശനി കൊണ്ടേ പോകും. രണ്ടാം വരവിൽ അതൊരു 1.5 വരവായി. ഇന്ത്യ ഉൾപ്പെടെ ട്രംപ് വരും, എല്ലാം ശരിയാകും. അല്ല, ട്രംപിന് വേണ്ടി അമ്പലം പണിത രാജ്യമാണ് അവസാനം. ട്രംപ് വന്നു കഴിഞ്ഞാൽ ഇവിടെ പാലും തേനും ഒഴുകും. ട്രംപ് വന്ന് ഒറ്റയാഴ്ചക്കുള്ളിൽ തനി ഗുണം കാണിച്ചു. ട്രംപ് ഒരു കച്ചവടക്കാരനാണ്. എവിടെയെല്ലാം ധാതുക്കളുണ്ടോ, മിനറൽസ് ഉണ്ടോ, പണമുണ്ടോ, എവിടെയെല്ലാം അവസരങ്ങളുണ്ടോ അവിടെയാണ് ട്രംപിന്റെ. അമേരിക്കയെ പോലെ ലോകം റെസ്പെക്ട് ചെയ്യുന്ന ഒരു രാജ്യത്തിന് നമ്മളൊക്കെ ആ രാജ്യത്തിൻ്റെ ഡെമോക്രസിയെയും ഒക്കെ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് നോക്കുന്നതാണ്. കാരണം യുണൈറ്റഡ് നേഷൻസിൻ്റെ സംരക്ഷകൻ, അങ്ങനെ ഒരുപാട് നമ്മളൊരു അത്രയും ആധികാരികമായി കണ്ടൊരു രാജ്യത്തിന് ഒരു കച്ചവടക്കാരനായ പ്രസിഡന്റിനെ എങ്ങനെ സഹിക്കാൻ പറ്റുന്നു? ഒരു കച്ചവടക്കാരനിൽ ഒരു യുക്തി കണ്ടു അമേരിക്കൻ ജനത. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ ട്രംപിനെ പോലൊരു കാർഡൻ വ്യക്തിത്വത്തിനെ കഴിയൂ എന്ന ഒരു ചിന്തയുണ്ടായിരുന്നു. പൂർണ്ണമായി തെറ്റല്ല. അതുമാത്രമല്ല, ട്രംപിൻ്റെ ആദ്യ ഊഴത്തിൽ ട്രംപ് സാമാന്യം മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു. ഹി പുട്ട് ഇക്കോണമി ഓൺ ട്രാക്ക്. പൂർണ്ണമായ ട്രാക്കിലല്ല എങ്കിലും തീരെ മോശമാക്കിയില്ല. ബൈഡൻ യുഗത്തിന് ശേഷം ശക്തനായ, വിത്തിൻ കൊട്ടേഷൻ ശക്തനായ. ഈ ശക്തൻ എന്ന് പറഞ്ഞാൽ വിടുവ പറയുന്നവൻ എന്നുകൂടി അർത്ഥം വന്നത് ഒരു സെൻസ് പോലെ ഇന്ന് പറയുന്നത് നാളെ പറയില്ല. കൺസിസ്റ്റൻസിയാണ് അമേരിക്കയുടെ. ഒരു രാജ്യം, ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തി, ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി, ഏറ്റവും വലിയ ടെക്നോ പവർ,
കൺസിസ്റ്റൻസി അല്ലേ വേണ്ടത്? ഒരു കൺസിസ്റ്റൻസിയും ഇല്ലാതെ പറയുന്ന വാക്കിനുറപ്പില്ല. ഇറാനുമായി ചർച്ച നടത്തി വിജയിക്കാത്തത് എന്തുകൊണ്ട്? ഇറാൻ കുടിച്ച വെള്ളത്തിൽ അമേരിക്ക വിശ്വസിക്കില്ല. കാരണം ഇറാൻ്റെ നിലപാടുകൾ ഡിക്ലെയർഡാണ്. നമുക്കറിയാം നാളെയും ഇറാൻ ഇത് തന്നെ പറയുമെന്നറിയാം. അമേരിക്ക നാളെ പറയുന്ന ഇതല്ല, ട്രംപ് മാറ്റിമറിച്ചും പറയുമ്പോൾ ട്രംപിൻ്റെ വാക്ക് വിശ്വസിച്ച് അത് വിലയിരുത്താൻ നമ്മൾ ആരെങ്കിലും ശ്രമിക്കുമ്പോൾ വിലയിരുത്തുന്നവർ പോലും വിഡ്ഢിവേഷം നാളെ മറ്റന്നാണ് പറയുന്നത്. ഇന്ന് സീസ്ഫയർ അഗ്രിമെന്റ് ഒപ്പിടും, നാളെ കൊണ്ട് ബോംബിടും. ശരിക്കും ഇതിനകത്ത് ഈ രണ്ടാം ടേമിലെ ഒരു ആക്രമണം, രണ്ടാം ടേമിൽ ഈ യുദ്ധം തുടങ്ങുന്നു, സീസ്ഫയർ അഗ്രിമെൻ്റ് അത് വയലേറ്റ് ചെയ്യുന്നു, വീണ്ടും യുദ്ധം തുടങ്ങുന്ന ആ ഒരു ഘട്ടത്തിൽ അതിൽ ശരിക്കും ഇറാൻ ഇത്തിരി അഹങ്കാരം കാണിച്ചത് കൊണ്ടല്ലേ ആ യുദ്ധത്തിലേക്ക് നയിച്ചത്? ഇറാൻ അഹങ്കാരം കാണിച്ചില്ലേ? ഒന്ന് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിൻ്റെ കാര്യം, ആവശ്യമില്ലാത്ത മസിൽ പിടുത്തം, ലോകത്തെ മുഴുവൻ സമ്മർദ്ദത്തിലാക്കുക. ആദ്യ ഘട്ടത്തിൽ ഇറാനോട് ലോകരാജ്യങ്ങൾക്ക് മുഴുവൻ ഉണ്ടായിരുന്ന ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു, സിമ്പതി ഉണ്ടായിരുന്നു. ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് കാണിച്ചുകൊണ്ട് ആ ട്രംപ് കാർഡ് ഇറക്കി അങ്ങ് ഭീഷണിപ്പെടുത്തി ലോകത്തെ മുഴുവൻ ഇങ്ങനെ മുൾമുനയിൽ നിർത്തി സമ്മർദ്ദത്തിലാക്കി ഇത് വെച്ച് ഞങ്ങൾ കളിക്കുന്നുള്ള, ശരിക്കും പറഞ്ഞാൽ ഇറാനോടുള്ള ലോകത്തിൻ്റെ ഒരു മാറ്റത്തിൽ, അല്ലെങ്കിൽ ലോകത്തിലെ സാധാരണ ജനങ്ങളുടെ ഉള്ളിൽ പോലും ഒരു വെറുപ്പ് തോന്നാൻ ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിലെ കടുംപിടുത്തം കാരണമായിട്ടില്ലേ? ഇത് രണ്ട് രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാം. ഒന്ന്, ശ്രീ സുനിൽ സൂചിപ്പിച്ചതുപോലെ ഇറാൻ കൂടുതൽ കടുപ്പിച്ചുവോ, അതായത് ഒരു ലോകരാജ്യങ്ങൾ വളയ്ക്കാം, ഒടിച്ചു കളയാനോ ഇവിടെ ഒരു ഒടിക്കൽ നടന്നു എന്ന വിശ്വാസം എനിക്കില്ല. കാരണം ഇറാൻ 14 എഗ്രിമെൻറ്റിൽ മുന്നോട്ട് വെച്ച ഒരു ആശയമുണ്ട്, ഹോർമൂസ് തങ്ങളുടെ സ്വാധീന മേഖലയായിരിക്കണം, തങ്ങൾ പക്ഷേ കപ്പം ചുങ്കം പിരിക്കില്ല 60 ദിവസത്തേക്ക്. പക്ഷെ തങ്ങൾ അംഗീകരിച്ച ഒരു പാതയിലൂടെ സുഗമമായി കപ്പലുകൾ പോകും, തങ്ങളത് നിരീക്ഷിക്കും, തങ്ങൾക്ക് അനുവാദം ഒന്നും വേണ്ട, മുന്നോട്ട് പോയിക്കോട്ടെ, പക്ഷെ മറ്റു പാതകൾ തുറക്കരുത്. പക്ഷേ അമേരിക്ക എന്താണ് ചെയ്തത്? ഒരു പ്രത്യേക സമയം നോക്കി, ഏറ്റവും ദുർബലമായ സമയം, അതെന്താണ്? അയത്തുള്ള അലി ഖൊമേനിയുടെ ശവസംസ്കാര ചടങ്ങിൻ്റെ ആ സമയം, 6 ദിവസം നീണ്ടുനിന്ന ദീർഘമായ പ്രക്രിയ ഇറാഖിലും ഇറാനിലുമായിട്ട് നടന്ന ആ മഷാദിൽ ആ ഒരു ഫൈനൽ ശവസംസ്കാരം, ഖബറടക്കം നടക്കുന്ന ആ ദിവസം വലിയ രീതിയിൽ കപ്പൽ മൂവ്മെൻ്റ് ഉണ്ടായി ഒമാൻ തീരത്തിനോട് ചേർന്ന്. അത് ഇറാനെ വല്ലാതെ പ്രകോപിച്ചു. മുൻപ് തന്നെ ഇറാൻ പറഞ്ഞിരുന്നു, അങ്ങനെ എന്തെങ്കിലും സാഹസം നിങ്ങൾ കാട്ടിയാൽ ഈ സമയത്ത് പോലും ഞങ്ങൾ ആക്രമിക്കാൻ മടിക്കില്ല. ഇത് മുൻകൂട്ടി വാൺ ചെയ്തിരുന്നതാണ്. പ്രകോപനമായിരുന്നു. അവിടെയും ഇറാന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രകോപനം ഉണ്ടായില്ലേ? അതായത് ഇറാൻ മാധ്യമങ്ങൾ വധിക്കപ്പെടേണ്ട ലോക നേതാക്കളുടെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുന്നു. എന്താണ് അത്? അവിടുത്തെ ജനങ്ങളുടെ ഇതാക്കി മാറ്റുന്നു. അമേരിക്കൻ പ്രസിഡന്റിനെ വധിക്കും, ഇസ്രായേൽ പ്രസിഡന്റിനെ വധിക്കും. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു കൺട്രിക്ക് അങ്ങനെ ഒരു സംഘർഷത്തിൽ നിൽക്കുന്നു, അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നു. അവരുടെ നേതാവിൻ്റെ സംസ്കാരമാണ്, ശരിയാണ്, ആ ബഹുമാനങ്ങളെല്ലാം വേണം. ഈ ബഹുമാനങ്ങളെല്ലാം വേണ്ട ഒരു സമയത്ത് ഹിറ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് അത് ലോജിക്കാണോ, മാന്യതയാണോ? മാന്യതയല്ല, ലോജിക്കല്ല, ജിങ്കോയിസം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു തരം വങ്കത്വമാണ്, വമ്പ് പറച്ചിലാണ്. വങ്കത്വമൊക്കെ ഈ അടിമേടിക്കാനുള്ള ഒരു കാരണം. ഡെത്ത് ടു അമേരിക്ക എന്ന് നിരന്തരം പറയേണ്ട ഒരു കാര്യവുമില്ലല്ലോ. ഇസ്രായേൽ എന്ന രാജ്യം, ആ രാജ്യം ഒരു യാഥാർത്ഥ്യമാണ്. ആ രാജ്യത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ, ആ അംഗീകരിക്കാൻ ഇറാന് മടിയില്ലായിരുന്നല്ലോ. ഷായുടെ കാലത്ത് ഇസ്രായേലിനെ ആദ്യം തന്നെ അംഗീകരിച്ച രാജ്യം ഇറാനല്ലേ, ചരിത്രപരമായി. അതിനുശേഷം അയത്തുള്ള ഖൊമേനിയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക് വിപ്ലവം നടന്നതിന് ശേഷം 1979 മുതലാണല്ലോ ഇസ്രായേൽ ചതുർത്ഥിയായി മാറിയത്. അപ്പോൾ ഇറാൻ ജനത എപ്പോഴും ഇസ്രായേൽ വിരുദ്ധരാണെന്ന് പറയുന്നതിൽ വലിയ കാര്യമില്ല. ഇപ്പോഴത്തെ ഭരണകൂടം IRGC നയിക്കുന്ന, അല്ലെങ്കിൽ മതഘടനകൾ നയിക്കുന്ന, പരമോന്നത നേതാവ് നയിക്കുന്ന ഒരു ക്രമം, ഈ ക്രമം ജൂതവിരുദ്ധതയിൽ, അമേരിക്ക വിരുദ്ധതയിൽ അഭിരമിക്കുന്ന ഒരു ക്രമമാണ്. അതിന് അവർക്ക് അവകാശമുണ്ട്. അതിന് വേണമെങ്കിൽ പറയാം ജനങ്ങളുടെ മാൻഡേറ്റ് ലഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. തെരഞ്ഞെടുപ്പുകൾ അവിടെ ഉണ്ട്. അയത്തുള്ള അലി ഖൊമേനിയുടെ ഇഷ്ടക്കാരെ മാത്രമേ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കൂ എന്ന് മാത്രമാണ് പറയുന്ന രീതിയിൽ. ഖമനേയിയെ വീണ്ടും ആ ഖമനേയി റജീമിനെ ശക്തമാക്കി യുദ്ധം കൊണ്ട് കൊടുത്തതാണ്, അല്ലെങ്കിൽ അവിടെ ശക്തമായ പ്രതിപക്ഷം ഉണ്ടായിരുന്നു. അവിടെ ഇറാൻ ഒരു മറ്റ് ഗൾഫ് രാജ്യങ്ങളെ പോലെയല്ല. ഇറാനിൽ വലിയ സംസ്കാരത്തിൻ്റെ ഒരു കളിത്തൊട്ടിലും, അതുമാത്രമല്ല ഒരുപാട് അഭിപ്രായങ്ങളും, കലകൾ, സാഹിത്യം, സാംസ്കാരികം എന്ന് വേണ്ട ഒരുപാട് ചരിത്രം ഉറങ്ങുന്നൊരു നാടല്ലേ. BC 500-600 ഉൾപ്പെടെ ഈ പേർഷ്യൻ സാമ്രാജ്യം വികസിച്ച് വരികയല്ലേ. എത്രയോ പ്രാവശ്യം പേർഷ്യൻ സാമ്രാജ്യം വളർന്ന് വികസിക്കുകയും തകർന്നു പോവുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ ആ ഒരു സിവിലൈസേഷൻ്റെ മടിത്തട്ടിൽ നിന്നുകൊണ്ട് ഇപ്പോഴത്തെ ജനത അനുഭവിക്കുന്ന ഒരു കൊടിയ ഒരു പീഡനമോ മർദ്ദനമോ അല്ലെങ്കിൽ ഒക്കെ ഉണ്ട്. ഇതെല്ലാം തന്നെ ഈ മതഘടനകൾ അടിച്ചേൽപ്പിക്കുന്ന ചില ശാന്തതയാണ്, സമാധാനമാണ്. റോമൻ പീസ് എന്ന് ഒക്കെ പറയുന്ന പോലെ വാൾമുനയിൽ കെട്ടിപ്പടുക്കുന്ന ഒരു സമാധാനം, ഒരു ക്രമം. പക്ഷേ അത് ഇറാൻ്റെ ക്രമമാണ്. ഒരു രാജ്യത്തിന് ഒരു ക്രമം മുന്നോട്ട് കൊണ്ടുപോകാൻ അവകാശമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അത് മറ്റൊരു രാജ്യം സേവന
ഹെൽപ്പ് ഈസ് അറ്റ് ഹാൻഡ്, ഞങ്ങളിതാ വരുന്നു, നിങ്ങൾ നിങ്ങളുടെ സർക്കാരിനെ പുറത്താക്കൂ എന്ന് പറയാൻ അമേരിക്കയ്ക്ക് എന്ത് അവകാശം? എനിക്ക് തോന്നുന്നു സാറേ, അതായത് ഈ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ ഹമാസിനെ കയറി ആക്രമിച്ചു, അടിച്ചൊതുക്കി, ഒരു പരിധി വരെ ഒതുക്കി. ഹിസ്ബുള്ളനെ കയറി ആക്രമിച്ചു, അവരുടെ തലവൻ ഹസൻ നസ്രുള്ളനെ അടക്കം തീർത്തു, അതൊക്കെ വിജയിച്ചു. പക്ഷേ അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത് ഹമാസ് ഒരു സംഘടനയാണ്, ഒരു രാജ്യമല്ല. ഹിസ്ബുള്ള ഒരു സംഘടനയാണ്, ഒരു രാജ്യമല്ല. ഇറാൻ ഒരു രാജ്യം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തില്ലേ? അല്ല, ഇറാന്റെ വലിപ്പത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. അല്ല, ഇറാനെ സംബന്ധിച്ച് 8 കൊല്ലം അവർ ഇറാഖുമായിട്ട് യുദ്ധം ചെയ്തതാണ്. യുദ്ധം പരിചയിച്ച ഒരു ജനത. അല്ല, ഒരു യുദ്ധം ബാറ്റിൽ ഹാർഡൻഡ് ആണ്. ഇറാന്റെ ടോപ്പോഗ്രാഫി, അവരുടെ ഒരു മൊത്തത്തിലുള്ള വിഡ്ത്ത്, 9 കോടി ജനങ്ങളുടെ ഒരു റിസോൾവ്, പിന്നെ IRGC എന്ന സംവിധാനത്തിന്റെ പ്രത്യേകത, ആകെപ്പാടെ അവർക്ക് ഇല്ലാത്തത് ഒരു എയർഫോഴ്സാണ്. ഉണ്ടായിട്ട് കാര്യമില്ല, വിമാനങ്ങൾ പറന്നു പോകാനാവില്ല. അതുകൊണ്ട് വിമാനങ്ങൾക്ക് വേണ്ടി ഇറാൻ ഇൻവെസ്റ്റ് ചെയ്തില്ല എന്നാണ് സത്യം. അതുപോലെ കാര്യമായി പറയപ്പെടുന്ന ഒരു നേവി ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ ആ കപ്പലുകൾ മിക്കതും മുക്കപ്പെട്ടു. പക്ഷേ അവർക്കുള്ളത് മിസൈലുകൾ, റോക്കറ്റുകൾ, ഡ്രോണുകൾ, വളരെ ആയുധശേഷിയുള്ള സൈന്യമുണ്ട്. നല്ല ആയുധം ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ. അവർക്ക് സൈന്യമുണ്ട്. അതുകൊണ്ടാണ് ഫീൽഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം, ഇസ്രായേൽ ഹമാസിനെ ആക്രമിക്കാൻ പോയി, ഹിസ്ബുള്ളിനെ എത്ര സൈനികരാണ് പോയത്? ഒരു സംഘടന വിചാരിച്ചിട്ട് പോലും ഇറാനെ പോലുള്ള ഒരു രാജ്യത്തെ, സംഘടിത സൈനിക ശേഷിയുള്ള ഒരു രാജ്യത്തെ കരയുദ്ധത്തിന് പോയാൽ ഒന്ന് ആലോചിച്ചു. അതുകൊണ്ടാണ് ഇറാൻ റെസിസ്റ്റ് ചെയ്യും. ഇപ്പം നേരത്തെ ചോദിച്ചല്ലോ, എന്തുകൊണ്ട് ഹോർമൂസിൽ ഇച്ചിരി സാഹസമല്ലേ കാട്ടിയത്? സാഹസമാണ് കാട്ടിയത്, പ്രകോപനമല്ലേ? അതെ. എന്തുകൊണ്ട്? നിങ്ങൾക്ക് ഞങ്ങളെ പരാജയപ്പെടുത്തണമെങ്കിൽ കടന്നു വരൂ, തങ്ങളുടെ രാജ്യത്തിലേക്ക് കടന്നു വരൂ, ബൂട്ട് ഓൺ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാല് കുത്തു ഞങ്ങളുടെ രാജ്യത്ത്, ബാക്കി ഞങ്ങൾ കാട്ടിത്തരാം എന്നതാണ്. ഇറാൻ ഒരു ട്രാപ്പ് വയ്ക്കുന്നതാണ്. അതൊരു ട്രാപ്പാണ്. അപ്പോൾ ഇതിനകത്ത് വേണമെങ്കിൽ ഹിഷം ഐലൻഡ് അല്ലെങ്കിൽ ഖാർഗ് ഐലൻഡ്, എണ്ണയുടെ 90% കടന്നു പോകേണ്ട ഖാർഗ് ഐലൻഡ് മുതലായ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് വേണമെങ്കിൽ ഇറാന്റെ ദക്ഷിണ ഭാഗത്ത് പിടിമുറുകാൻ അമേരിക്കയ്ക്ക് ഇപ്പോഴും സൈനികമായി കഴിയും. പക്ഷേ സാഗ്രോസ് മലനിരകൾ കാട്ടുന്ന ഭാഗത്തേക്ക് ടെഹ്റാനിലേക്ക് പോകാനാവില്ല. ഏറിയൽ ബോംബാർഡ്മെന്റ് മാത്രമേ സാധിക്കൂ. അമേരിക്കയിലോട്ട് കോഫിൻസ് ഒരുപാട് പോകും. ഇപ്പോൾ അതാണ് ട്രംപിന്റെ കോഫിനും ട്രംപിന്റെ കുടുംബാംഗങ്ങളുടെ പടങ്ങളും എല്ലാം തന്നെ ഇറാനിലെ ഈ വിപ്ലവ സ്ക്വയറിൽ, അതായത് ഈ സമര സ്ക്വയർ എന്ന് പറയുന്ന ആ സ്ക്വയറിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ്. കൂടുതൽ മണ്ടത്തരങ്ങൾ കാണിക്കാതെ ഇനിയും ഒരു സീസ് ഫയർ വെച്ചിട്ട് ഈ ലോകത്തെ ബാക്കിയുള്ള ജനങ്ങളെങ്കിലും ജീവിക്കാൻ സമ്മതിക്കുക എന്നുള്ള ഒരു നിലപാടായിരിക്കും നല്ലത്. അതുകൊണ്ടാണല്ലോ അസിം മുനീർ ഉള്ളത് പാകിസ്ഥാനിൽ, അതുകൊണ്ടാണല്ലോ ഷഹബാസ് ഷെരീഫ് ഉള്ളത്. അവരൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നതിനപ്പുറം പോവില്ല. അവരെ കൊണ്ടൊരു ഫോർമുല അങ്ങോട്ട് മുന്നോട്ട് വെച്ചിട്ട്, എന്നാൽ ശരി, നിങ്ങൾ നിർബന്ധിക്കുന്ന സ്ഥിതിക്ക് ഞങ്ങൾ അതങ്ങ് അംഗീകരിച്ചു തരുന്നു എന്ന് പറഞ്ഞ് മാനമായി പുറത്തു പോകുന്നതാണ് നല്ലത്. അല്ല എങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ നാളുകളിൽ, ഇപ്പോഴെങ്ങുമല്ല വളരെ കാലത്തിന് ശേഷം കാട്ടക്ക പുറത്ത് എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. ചൈനയോ റഷ്യയോ ഒക്കെ ഒന്ന് കൈ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ അവർ ചില ദുർബലമായതുകൊണ്ടാണ്, കാരണം അമേരിക്ക ഇത്തിരി പവർഫുൾ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ പണ്ടേ കാലം മാറി പോയാൽ. UAEക്ക് വേണ്ടത് ശാന്തതയല്ലേ? ഗൾഫ് രാജ്യങ്ങൾക്ക് എല്ലാം വേണ്ടത് ശാന്തതയല്ലേ? അവിടെ അമേരിക്കൻ സൈന്യം ഉണ്ടെങ്കിൽ ശാന്തത ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയാൽ ഗൾഫ് രാജ്യങ്ങൾ നാളെ കളം മാറിച്ചവിട്ടും. പക്ഷെ അമേരിക്കയുടെ ഏക ബലം ഈ ഗൾഫ് രാജ്യങ്ങളുടെ ഭരണകൂടങ്ങളെ ഇപ്പോൾ നിലനിർത്തുന്നത് അമേരിക്കയാണ്. അട്ടിമറികൾ പലതും നടക്കും, ഭരണകൂട അട്ടിമറികൾ നടന്നേക്കാം. അതുമാത്രമല്ല, ഇവരുടെയൊക്കെ സ്വകാര്യ സ്വത്തിന്റെ ഒരു നല്ല പങ്ക് അമേരിക്കയിൽ നിക്ഷേപമായിട്ടുണ്ട്. അത് മരവിപ്പിക്കപ്പെട്ടാൽ ഏറെ വേദനിക്കും. അതുകൊണ്ട് നിവൃത്തിയില്ലാതെ അമേരിക്കയെ സഹിച്ച് മുന്നോട്ട് പോവുകയാണ് ഗൾഫ് രാജ്യങ്ങൾ. ഇതിനൊരു മാറ്റം വരുമെന്നാണ് ഇറാൻ ആഗ്രഹിക്കുന്നത്. കാരണം എണ്ണ വരുമാനം ഇനിയുമുണ്ട്. നഷ്ടം ചെറുതായിട്ടുണ്ടായെങ്കിൽ പോലും നയം മാറ്റിയാൽ ഞാൻ എത്രയോ കാലമായി പറയുന്നു, വേണ്ടത് മേഖലാ പരിഹാരമാണ്. ഇറാനും പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളും ഒരുമിച്ച് ചേർന്ന് തീരുമാനമെടുക്കണം. യുദ്ധമില്ലാ കരാറിൽ ഏർപ്പെട്ടാൽ മതിയാകും. അത് മാത്രമല്ല, ഹോർമൂസ് തങ്ങളുടെ എല്ലാ സ്വാധീന മേഖലയായി, പ്രത്യേകിച്ച് 3 രാജ്യങ്ങളുടെ, 2 അറബ് രാജ്യങ്ങളുടെ, അത് ഒമാനും UAEയും, അതാണ് തെക്കൻ ഹോർമൂസ് പ്രദേശം, വടക്ക് ഇറാൻ, ഈ 3 രാജ്യങ്ങൾക്കും നിയന്ത്രിക്കാവുന്ന രീതിയിൽ ഹോർമൂസ് ക്രമപ്പെടുത്തുകയും അവിടെ ടോള് പിരിച്ചാലും പിരിച്ചില്ലെങ്കിലും ശരി ഗൾഫ് രാജ്യങ്ങൾക്ക് സ്വാധീനമുള്ള മേഖലയായും ബാഹ്യശക്തികളെ മാറ്റി നിർത്തുന്ന അമേരിക്കയും ചൈനയും ഇസ്രായേലിനെയും എല്ലാം മാറ്റി നിർത്തുന്ന സമ്മതിക്കില്ലല്ലോ സാറേ. അത് ഇസ്രായേൽ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ, ഇസ്രായേൽ ആനയുടെ പുറത്ത് അണ്ണാൻ കയറി ഇരുന്നിട്ട് ആനയെ നയിക്കുന്നത് ഞാനാണ് എന്ന് പറയുന്നത് പോലെയല്ലേ ഉള്ളൂ. അത്ര ലളിതമല്ല. ഇസ്രായേൽ ശക്തമാണ്. നമ്മുടെ ഒരു കോമൺ സെൻസിൽ രണ്ടാമതും ഈ അമേരിക്ക ഈ തലവെച്ച് കൊടുത്തത് ഇസ്രായേലിൻ്റെ ബുദ്ധിയല്ലേ?
അങ്ങനെ തല വെച്ച് കൊടുത്തു എന്നതിനേക്കാളും തല വെച്ച് കൊടുക്കേണ്ടി വന്നു. ഇസ്രയേൽ വലിയ തോതിൽ പണം മുടക്കി ജൂയിഷ് ലോബിയിങ്ങിലൂടെ അമേരിക്കയുടെ മനസ്സിളക്കാനൊരു വലിയ ശ്രമം നടത്തി. അമേരിക്കയുടെ മാഗ ക്യാമ്പിനുള്ളിൽ തന്നെ ട്രംപിനെതിരെ വാളുകൾ ഉയർന്നു. എന്തുകൊണ്ടാണ്? ഇറാൻ്റെ മുന്നിൽ സർവ്വതും അടിയറ വെച്ച് കഴിഞ്ഞു. വലിയ തുക നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരുന്നു. നമ്മൾ ഇതുവരെ നേടിയെടുത്തതെല്ലാം നഷ്ടപ്പെടാൻ പോകുന്നു. അതുകൊണ്ട് മുറുകെ പിടിക്കണം. അങ്ങനെയാണ് ഒരു സമാധാന കരാറിൽ ഭാഗികമായി എത്തിച്ചേർന്നിട്ട് പോലും പിന്നാക്കം പോകേണ്ടി വന്നതും ഇസ്രയേലിൻ്റെ ശ്രമഫലമായിട്ടാണെന്ന് ഇപ്പോൾ പലരും മാറി ചിന്തിക്കുന്നു. നമ്മുടെ ഈ ലോകത്തിൻ്റെ ആഗോള ഒരു ക്രമം എടുക്കുകയാണെങ്കിൽ ഈ രണ്ടാമത് ട്രംപ് വീണ്ടും ഈ അബദ്ധമോ അല്ലെങ്കിൽ സുബദ്ധമോ നമ്മൾ വ്യാഖ്യാനിക്കുന്ന ഏത് രീതിയിലായിക്കോട്ടെ, അങ്ങനെ ഈ രണ്ടാമതൊരു യുദ്ധത്തിലേക്ക് ചാടിയപ്പോൾ ലോകം ശരിക്കും അമേരിക്കയെ വീണ്ടും കാണുന്നത് എങ്ങനെയാണ്? ഇതൊരു അമേരിക്കയെ പൂർണ്ണമായ കച്ചവട രാജ്യമായിട്ട് തന്നെയാണ് ലോകം അന്നും ഇന്നും കണ്ടത്. ട്രംപിൻ്റെ വാക്ക് കുറുപ്പിൻ്റെ ഉറപ്പ് പോലെയുള്ളൂ, അല്ലെങ്കിൽ പഴയ ചാക്ക് പോലെയുള്ളൂ. വിശ്വാസ്യത നഷ്ടപ്പെട്ടു. അതുകൊണ്ട് എന്താണ് അമേരിക്ക ചെയ്യുന്നത് എന്ന് വിചാരിച്ചിട്ടല്ല കാര്യങ്ങൾ. അത് നേരത്തെ മനസ്സിലാക്കിയത് യൂറോപ്പാണ്. അതുകൊണ്ടാണ് ട്രംപിൻ്റെ യുദ്ധങ്ങളിൽ തങ്ങൾക്ക് പങ്കാളിത്തമില്ല, തങ്ങൾക്ക് വേണ്ട, നിങ്ങൾ തന്നെ മാനവും മഹത്വം എടുത്തുകൊള്ളൂ, നേറ്റോ രാജ്യങ്ങൾ മാറി നിന്നു പോകുന്നെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് തന്നെ അമേരിക്ക ലോകരാജ്യങ്ങളുടെ ഇടയിൽ, പ്രത്യേകിച്ച് സഖ്യരാജ്യങ്ങളുടെ ഇടയിൽ പോലും ഒറ്റപ്പെട്ടു. ഒന്നും വേണ്ട, ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഫൈനൽ സമ്മാനദാന ചടങ്ങിൽ എത്രയോ നിറം കെട്ട് നിൽക്കേണ്ടി വന്നു ആതിഥേയ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായ ഡൊണാൾഡ് ട്രംപ്. ശരിയാണ് അല്ലേ? സ്പെയിനിനെ പറയാവുന്ന വഴി മുഴുവൻ പറഞ്ഞതിന് ശേഷം സ്പെയിൻ ടീം വന്ന് രാജകീയമായി ട്രോഫി വാങ്ങിച്ചുകൊണ്ട് പോയി. ട്രംപിനെ കാര്യമായി മൈൻഡ് ചെയ്തു പോലുമില്ല. ഈ ഒരു ഒറ്റ യുദ്ധം കൊണ്ട് തന്നെ ഒരുപാട് രാജ്യങ്ങളെയും സഖ്യകക്ഷികളായ രാജ്യങ്ങളെ ചുമ്മാ ചീത്ത വിളിക്കുക, നാറ്റോയെ ചീത്ത വിളിക്കുക, ബ്രിട്ടനെ ചീത്ത വിളിക്കുക, ഉറപ്പിക്കാവുന്നിടത്തെല്ലാം ഗ്രീൻലൻഡിങ് എടുക്കുന്നു എന്ന് പറയുക, അല്ലെങ്കിൽ പാനമ കനാൽ ഞങ്ങളുടേതാണെന്ന് ക്ലെയിം ചെയ്യുക, വെനിസ്വലെ ഇങ്ങെടുത്ത് കഴിഞ്ഞു എന്നു വേണ്ട എന്തെല്ലാം കലാപരിപാടികൾ. അതുപോലെ തന്നെ അവിടെ ഒരു യുദ്ധത്തിൻ്റെ ഒരു എത്തിക്സോ ലോജിക്കോ എന്ത് വെച്ചിട്ടാണെങ്കിലും യുദ്ധം എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ സൈനിക ശേഷി ആക്രമിക്കാം, അല്ലെങ്കിൽ സൈനികരെ ആക്രമിക്കാം. ഇതിനൊക്കെ അപ്പുറത്ത് റെയിൽ തകർക്കുക, കുടിവെള്ളം തകർക്കുക, പവർ പ്ലാന്റ് തകർക്കുക, എന്ത് മര്യാദയാണ് ഇതൊക്കെ? അതാണ് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ കഴിഞ്ഞ ദിവസം ഇറാൻ ജനതയോടായി നടത്തിയ ഒരു പ്രഭാഷണത്തിൽ പറയുകയാണ്, ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഇനി സംഭവിക്കും. നെറ്റ്വർക്കുകൾ തകർക്കപ്പെടും, നിങ്ങളുടെ ജീവിത ഉപാധികൾ ഒരുപക്ഷെ നഷ്ടപ്പെടും. പക്ഷേ രാജ്യത്തോടൊപ്പം നിൽക്കുക, ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ടാർഗറ്റ്സ്, അതായത് കണക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട ഊർജ്ജ പ്ലാന്റുകളാകാം, റോഡുകളാകാം, പാലങ്ങളാകാം. ഇപ്പോൾ ചൈനയിലേക്ക് വരെ നീളുന്ന റെയിൽവേ ലൈനുകളുണ്ട്. ആ ലൈനുകൾ ഉൾപ്പെടെ തകർക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് സപ്ലൈ ചെയിൻ മുഴുവൻ തന്നെ തകർക്കുക എന്നത് ക്രൂരമായ ഒരു വിനോദമാണ്. നരകിപ്പിച്ചു കൊല്ലുക എന്ന ക്രൂരമായ വിനോദമാണ്. സൈനിക ടാർഗറ്റ് മാത്രമല്ല ഇപ്പോൾ അമേരിക്ക ഇറാനിൽ ആക്രമിക്കുന്നത് എന്നോർക്കണം. ഇനി ഇറാനും അതേ രീതിയിൽ ആക്രമണം, ശേഷിക്കുന്ന മിസൈലുകൾ ഉപയോഗിച്ച് ഗൾഫ് രാജ്യങ്ങളുടെ മേൽ സമാനമായ ആക്രമണം നടത്തുകയാണ് എങ്കിൽ എന്താവും അവസ്ഥ? ഇപ്പോൾ സൈനിക ടാർഗറ്റാണ് അറ്റാക്ക് ചെയ്യുന്നത്, കൊളാറ്ററൽ ഡാമേജ് ആണ്, ഹ്യൂമൻ കാഷ്വാലിറ്റീസ് കൊളാറ്ററൽ ഡാമേജ് ആണ്. പക്ഷെ കരുതിക്കൂട്ടി UAE-ലെ ഗൾഫിലെ, അതായത് അവിടെ തന്നെയാണ് ഒരു പോയിന്റ് ഉണ്ട്. അതായത് കഴിഞ്ഞ ദിവസം ഇറാൻ പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട്, ഇനി കാര്യങ്ങൾ ഇങ്ങനെയായിരിക്കില്ല, മാരകമായ പ്രഹരം ഉണ്ടാകുന്നതാണ് പറഞ്ഞത്. മാരകമായ പ്രഹരം ഉണ്ടാകുന്നത് ഗൾഫ് രാഷ്ട്രങ്ങളിലേക്കായിരിക്കും. ഒരു മിസൈല് അവരടിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ താവളത്തിന് അപ്പുറത്തടിച്ചാൽ കഥ മാറിപ്പോവില്ലേ? അമേരിക്കൻ താവളങ്ങൾ വെൽ ഫോർട്ടിഫൈഡ് ആണ്. പെട്രിയോട്ട് മിസൈലുകളും ധാഡ് സംവിധാനങ്ങളും സജ്ജീകരിച്ചുകൊണ്ട് ഇറാനിൽ നിന്ന് കടന്നു വരുന്ന ഡ്രോണുകളും മിസൈലുകളും റോക്കറ്റുകളും തടയാൻ കഴിയും. പക്ഷേ ദുബായിലേക്ക്, അബുദാബിയിലേക്ക്, എണ്ണപ്പാടങ്ങളിലേക്ക് മിസൈലുകൾ അയച്ചാൽ എന്താവും അവസ്ഥ? ആ രീതിയിലേക്ക് യുദ്ധം വ്യാപിക്കുന്ന ഒരന്തരീക്ഷത്തിൽ എന്താവും മലയാളികളായ 40 ലക്ഷത്തോളം പേർ, ഇന്ത്യക്കാരായ 1 കോടി ആളുകൾ. അപ്പോൾ ഈ രാജ്യത്ത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ എന്ന് ഞാൻ പറയുന്നില്ല, കേരളത്തിൻ്റെ ഉൾപ്പെടെ സമ്പദ് വ്യവസ്ഥയെ അട്ടിമറിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ റെമിറ്റൻസസിന് കുറവ് വരുന്നു. അതുമാത്രമല്ല, ഗൾഫിൽ നിന്ന് കുവൈറ്റ് യുദ്ധത്തിൽ നാട്ടിലേക്ക് വരേണ്ടി വന്ന, പലായനം ചെയ്യേണ്ടി വന്ന ആളുകളുടെ അവസ്ഥ ഓർക്കൂ. എങ്ങനെയാണ് പുനരധിവാസം സാധ്യമാവുക? ഒരു ഹ്യൂമൻ ട്രാജഡി എന്ന് പറയുന്നത് ഉണ്ടാവാതെ ഇരിക്കട്ടെ. ഇപ്പോൾ സൈനിക കേന്ദ്രങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ്. അത് മാറി ജനവാസ കേന്ദ്രങ്ങളിലേക്ക്, ഊർജ്ജോത്പാദന കേന്ദ്രങ്ങളിലേക്ക്, ഡീസാലിനേഷൻ പ്ലാന്റിലേക്ക് ആകാതിരിക്കട്ടെ. ഇപ്പോഴും ഡീസാലിനേഷൻ പ്ലാന്റുകൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ കുടിവെള്ളം മുട്ടിയാൽ എന്താവും അവസ്ഥ? മനുഷ്യന്റെ ബേസിക് നീഡ്സ് ആണ്. മനുഷ്യന്റെ ബേസിക് നീഡ്സിൽ അടിക്കുന്നത് യുദ്ധത്തിന്റെ എക്സിക്സ് അല്ല. അത് മാത്രമല്ല, ഈ രണ്ട് രാജ്യങ്ങൾക്കും, അമേരിക്കയ്ക്കാണെങ്കിലും ഇറാനാണെങ്കിലും, പരസ്പരമുള്ള നാണക്കേടോ മാനക്കേടിനപ്പുറത്ത് ഈ ലോകം മുഴുവൻ സഫർ ചെയ്യുകയാണ്.
ഈ രണ്ടു പേർക്കും കൂടി ഇറാനും അഹങ്കാരം വെടിയണം, ഈ പറയുന്ന പട്ടിക പ്രസിദ്ധീകരിക്കൽ, ഈ പറയുന്ന ഹോർമൂസിൻ്റെ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിൻ്റെ പേരിലുള്ള മസിൽ പിടുത്തം, അതുപോലെ അമേരിക്ക അവരുടെ മസിൽ പിടുത്തം, ഇതൊക്കെ ഉപേക്ഷിച്ച് ആ ഗൾഫ് രാജ്യങ്ങളെ ശാന്തമായി ജീവിക്കാൻ അനുവദിക്കുകയല്ലേ ഏറ്റവും നല്ലത്? അതൊക്കെ വേണ്ടി വരും. ഇപ്പോൾ ഇതാ കേരളത്തിൽ ഉൾപ്പെടെ യുദ്ധം നടക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇറാൻ അനുകൂലമായ ഒരു വിഭാഗം, ഇസ്രയേൽ അനുകൂലമായ അല്ലെങ്കിൽ അമേരിക്ക അനുകൂലമായ മറ്റൊരു വിഭാഗം. ഇത് ആസ്വദിക്കാനുള്ളതല്ല, യുദ്ധം ആസ്വദിക്കാനുള്ളതല്ല. ബാഴ്സലോണ വേഴ്സസ് റയൽ മാഡ്രിഡ് അല്ല ഇത്, സ്പെയിൻ വേഴ്സസ് അർജന്റീന അല്ല ഇത് കായിക വിനോദമല്ല, ഇത് ജീവിതങ്ങളാണ്. അവിടെ ആ ബോധം അമേരിക്കയ്ക്കും ഇറാനും ഉണ്ടാവണം. ഇസ്രയേൽ നിൽക്കേണ്ടിടത്ത് നിൽക്കാനും കഴിയണം. അല്ല, ഇതിനകത്ത് ആത്യന്തികമായിട്ട് ഇറാന് കുറച്ച് നാളത്തേക്ക് ഡാമേജ് ഉണ്ടാക്കാൻ പറ്റും, ഒന്നും സംഭവിക്കില്ല. അമേരിക്കയ്ക്ക് ഒന്നും സംഭവിക്കില്ല, അവരുടെ ബേസുകളെ പോവുകയുള്ളൂ. പക്ഷേ ഗൾഫ് കൺട്രീസിനെ സംബന്ധിച്ച് ഒരുപാട് ചിലപ്പോൾ ദാരുണമായ അവസ്ഥയിലേക്ക് പോയാൽ അതിൻ്റെ ഏറ്റവും വലിയ ആഘാതം അനുഭവിക്കുന്ന ജനത നമ്മളും കൂടിയായിരിക്കും. ഒരു യുഗോസ്ലാവ് പശ്ചാത്തലത്തിൽ അവിടുത്തെ സിവിൽ വാർ നടക്കുമ്പോൾ ഉണ്ടായ ഒരു ചെറിയ കഥയല്ല, ഒരു പ്രയോഗം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുക. വെൻ എലിഫൻസ് ഫൈറ്റ്, അവിടെ വലിയ യുദ്ധം നടക്കുകയാണ്. വെൻ എലിഫൻസ് ഫൈറ്റ്, ആനകൾ തമ്മിൽ മത്സരിക്കുമ്പോൾ ആനകൾ ചവിട്ടി നിൽക്കുന്ന പുൽനാമ്പുകളാണ് ചവിട്ടി മെതിക്കപ്പെടുക. ഓർക്കുക, അവരൊരു പുൽത്തകടിയിൽ നിന്ന് യുദ്ധം ചെയ്യുകയാണ്. ഇപ്പോൾ ഗൾഫ് ആകുന്ന പുൽത്തകടിയിൽ നിന്ന് അല്ലെങ്കിൽ വിശാലമായ ഭൂമികയിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്നു. അല്ലെങ്കിൽ പേർഷ്യൻ ഗൾഫ് മേഖല, ഹോർമൂസ് മേഖല, അല്ലെങ്കിൽ ആ മേഖലയാകമാന യുദ്ധത്തിലാണ്. ബട്ട് വെൻ എലിഫൻസ് മേക്ക് ലവ് ഓൾസോ, ഇറ്റ് ഇസ് ദ സെയിം ഗ്രാസ് ദാറ്റ് ഗെറ്റ് ക്രഷ്ഡ്. അവർ സന്ധിയിലാകുമ്പോൾ, സ്നേഹപ്രകടനങ്ങൾ നടത്തുമ്പോഴും ഇതേ പുൽനാമ്പുകളാണ് ചവിട്ടി മെതിക്കപ്പെടുക എന്നും ഓർക്കണം. നാളെ ഇതെല്ലാം കഴിഞ്ഞ് മച്ചാനുമായി മാറും, സന്ധി ചെയ്യും. അപ്പോഴവശേഷിക്കുന്നത് എന്താണ്? ഈ ചവിട്ടി മെതിക്കലുകൾ തന്നെയാണ്. അപ്പോൾ എന്നും ചവിട്ടി മെതിക്കപ്പെടാൻ ചന്തുവിൻ്റെ ജീവിതം ഇനിയും ബാക്കി എന്ന് പറയുന്നത് പോലെ ഗൾഫ് രാജ്യങ്ങളുടെ ജീവിതം ഇനിയും ബാക്കി. അവർക്ക് മുന്നോട്ട് പോകണം. അതുകൊണ്ടാണ് ചില മാറിച്ചിന്തിക്കലുകൾ ആവശ്യമാണെന്ന് പറയേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങൾ മാറിച്ചിന്തിക്കേണ്ടതുണ്ട്. ഇറാനും മാറിച്ചിന്തിക്കണം. മേഖലാ പരിഹാരമാണ് ആവശ്യം. ബാഹ്യശക്തികളെ ഒഴിവാക്കി മേഖലയിലെ രാജ്യങ്ങൾ ഹോർമൂസിൻ്റെ ഭാഗധേയം നിർണ്ണയിക്കുന്ന അവസ്ഥ വന്നാൽ അവരുടെ വിഭവങ്ങൾ സംരക്ഷിക്കാൻ അവർക്ക് കഴിയും, ലോകത്ത് നിലനിൽക്കാൻ കഴിയും. അതുകൊണ്ട് ചൈനയും അമേരിക്കയും ഇസ്രയേലും ഒക്കെ തന്നെ ഔട്ട് എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ കഴിയുന്നതാണ് ഈ പ്രശ്ന പരിഹാരത്തിൻ്റെ ഏക മാർഗം, ഏക വഴി. അവിടെ തീർച്ചയായിട്ടും അതുതന്നെയാണ്. കാരണം ഇത് പരിഹാരമാണ് വേണ്ടത്. യുദ്ധങ്ങൾ ഒരിക്കലും മാനവരാശിയെ, പ്രത്യേകിച്ചും നമ്മുടെ അടുക്കളയിൽ വല്ല എത്തിയ യുദ്ധമാണ്. ഇതൊക്കെ പരിഹരിക്കട്ടെ. ഒരുപാട് പേരുടെ ജീവൻ, ഒരുപാട് കുടുംബങ്ങൾ, ഒരുപാട് കുഞ്ഞുങ്ങൾ ഈ ലോകമൊട്ടാകെ ഇങ്ങനെ ഭീതിയിൽ നിൽക്കേണ്ടതല്ല. ശാശ്വതമായ പരിഹാരവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് മംഗളത്തിനും ആശ്വസിക്കാനുള്ളത്. സാർ, നന്ദി, നമസ്കാരം. നമസ്കാരം.